The solution of the differential equation 2x plus 3y minus 2 dx plus 4x plus 6y minus 7 dy is equal to 0. Y of 0 is equal to 3 is alpha x plus beta y plus 3 log 2x plus 3y minus gamma is equal to 6. Then alpha plus 2 beta plus 3 gamma is equal to. അത് ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിന് ഒബ്വിയസ് ആണ് എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് 2x plus 3yന് നമുക്ക് ടി കൊടുക്കാം, അല്ലെങ്കിൽ 2x plus 3y minus 2ന് ടി കൊടുക്കാം. കാരണം ടീൻ്റെ ടേംസിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ 2x പ്ലസ് 3y മൈനസ് 2നെ ടി എന്ന് വിളിക്കാൻ പോവാം. അപ്പോൾ 2 പ്ലസ് 3 dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് ആണ്. അത് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി അവർ തന്നിരിക്കുന്ന എന്താണെന്ന് നോക്കാം. 2x പ്ലസ് 3y മൈനസ് 2, 2x പ്ലസ് 3y മൈനസ് 2, പിന്നെ ത്രൂ ഔട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്ലസ് 4x പ്ലസ് 6y മൈനസ് 7 ഇൻറ്റു dy ബൈ ഡി എക്സ് ആണ് 0. ഓക്കെ, സോ ദിസ് ഇസ് ടി പ്ലസ്. ഇനി 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു ടി പ്ലസ് 2 ആണ്. സോ ദിസ് ഇസ് 2 ഇൻറ്റു ടി പ്ലസ് 2 മൈനസ് 7 ഇൻറ്റു dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ dy ബൈ ഡി എക്സ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dy ബൈ ഡി എക്സ് ഞാൻ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ സാധനം ഡി ടി ബൈ ഡി എക്സ് മൈനസ് 2 ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. റൈറ്റ്. സോ ഇതിൽ നിന്ന് കിട്ടാൻ പോണത് ടി പ്ലസ് ഇവിടെ 2t മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ടി ഉണ്ട്, ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2t മൈനസ് 3 ഉണ്ട്, പ്ലസ് 2 ആണ് എന്ത് ഡി ടി ബൈ ഡി എക്സ് എന്ന് കിട്ടുക. So here dt by dx is equal to minus 3t plus 4t minus 6 divided by 2t minus 3, which is t minus 6 divided by 2t minus 3. അപ്പോൾ നമുക്ക് dx by dt is equal to 2t minus 3 divided by t minus 6 എന്ന് കിട്ടി. നമുക്ക് ഡിവൈഡ് ചെയ്യാം, എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാം. ദിസ് ഇസ് 2t മൈനസ് എന്ത് ചെയ്യണം, 6 ആയതുകൊണ്ട് 12 വേണമെന്നു, പ്ലസ് 9 ഡിവൈഡ് ബൈ t minus 6. So this is going to be 2 plus 9 divided by t minus 6 എന്ന് കിട്ടി. നേരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ x is equal to 2t plus 9 log മോഡ് t minus 6 plus c എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ അവസാനം ഇതുവരെ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. സോ x is equal to 2t plus 9 log മോഡ് t minus 6 പ്ലസ് സി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി സി കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, എക്സ് വാല്യൂ 0 ആകുമ്പോൾ വൈ വാല്യൂ 3 ആണ്. എക്സ് 0 ആകുമ്പോൾ വൈ വാല്യൂ 3 ആണ്. കറസ്പോണ്ടിങ് ടി വാല്യൂ കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ടി വാല്യൂ എന്ന് പറയുമ്പോൾ വൈ 3 കൊടുക്കുമ്പോൾ ടി വാല്യൂ 7 ആയിരിക്കും, 7. സോ 0 is equal to 14 പ്ലസ് 9 log 1 പ്ലസ് സി എന്ന് കിട്ടും. സി വാല്യൂ is equal to മൈനസ് 14 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് പ്ലസ് 14 is equal to 2 ഇൻറ്റു ടി എന്ന് പറയുന്നത് 2x പ്ലസ് 3y മൈനസ് 2 പ്ലസ് 9 log മോഡ് 2x പ്ലസ് 3y മൈനസ് 8 എന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. സോ ദിസ് ഇസ് 4x, 3 ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ 3x പ്ലസ് 6y പ്ലസ് 9 log മോഡ് 2x പ്ലസ് 3y മൈനസ് 8 is equal to അങ്ങോട്ട് പോകുന്നത് 18ആയി. നമുക്ക് 6 ആർ എച്ച് എസിൽ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എക്സ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എക്സ് പ്ലസ് 2y പ്ലസ് 3 log മോഡ് 2x പ്ലസ് 3y മൈനസ് 8 ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. തന്നിരിക്കുന്ന സൊല്യൂഷനായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ആൽഫ വാല്യൂ 1 ആണ്, ബീറ്റ വാല്യൂ 2 ആണ്, ഗാമ വാല്യൂ 8 ആണ്. യെസ്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് 3 ഗാമ. ആൽഫ പ്ലസ് 2 ബീറ്റ പ്ലസ് 3 gamma. So this is 1 plus 4 plus 24, which is 29. So 29 is the right answer. Okay, final answer 29 ആണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്.